കരഞ്ഞുകൊണ്ടല്ലാതെ കർബലയുടെ ചരിത്രം വായിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. ഹിജ്റ 61 മുഹറം 10 ആശുറാ ദിവസം. കർബല ഒരു യുദ്ധത്തിന്റെ കഥയല്ല, ഒരു കുടുംബത്തിന്റെ ത്യാഗമാണ്, ഒരു പിതാവിന്റെ ഹൃദയവേദനയാണ്, അനീതിക്ക് മുമ്പിൽ തലകുനിക്കാത്ത സത്യത്തിന്റെ നിത്യവിളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ 4 ഖലീഫമാർ നല്ല ഭരണം കാഴ്ചവെച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവുമായിട്ട് നിരന്തരം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ ഭരണകേന്ദ്രം കൂഫയിലേക്ക് സ്ഥാപിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുകയാണ്. അവിടെ എല്ലാ ആളുകൾക്കും ഹസൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹം പിന്നീട് മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്റെ അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ഏൽപ്പിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട് നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ചരിത്രം മാറുന്നത് ഇവിടെയാണ്. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് യസീദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. അഹ്ലു ബൈത്തിനോട് ഒരു കാര്യം മുഷാവറ ചെയ്യാതെ ഒരു തീരുമാനവും നീ എടുക്കരുത്. ദീനുൽ ഇസ്ലാമിന്റെ ഭരണത്തെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അതിനെ നീതിയോടുകൂടി നീ കൊണ്ടു നടക്കണം. അക്രമവും അനീതിയുമില്ലാത്ത നല്ല ഭരണം നീ കാഴ്ചവെക്കണം എന്നൊക്കെ യസീദിന് നല്ല ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം യസീദ് തലയാട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് യസീദിന്റെ ദുർഭരണം കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടി. യസീദിന്റെ കൊടും ക്രൂരതകൾ സഹിക്കവയ്യാതെയായപ്പോൾ ജനതകളെല്ലാം പരാതിപ്പെടാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിലുള്ള ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി വരവേറ്റു. മദീനയിലെത്തിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഖലീഫയാക്കുമോ എന്ന് ഭയപ്പെട്ട യസീദും കൂട്ടരും അവിടെയും അദ്ദേഹത്തിനെ സ്വൈര്യമായി വസിക്കാൻ സമ്മതിച്ചില്ല. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലെത്തിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിനും വലിയ സ്വീകരണമാണ് നൽകിയത്. മക്കയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂഫയിലെ ജനങ്ങൾ യസീദിന്റെ ദുർഭരണത്തിൽ പൊറുതിമുട്ടിയ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നിരന്തരമായി കത്തുകൾ അയക്കാൻ തുടങ്ങി. ഓരോ കത്തിലും അങ്ങ് ഭരണം ഏറ്റെടുക്കണമെന്നും ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുമുള്ള ആശയങ്ങളായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഇത്തരം കത്തുകളെല്ലാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വായിച്ചെങ്കിലും കൂഫയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആയിരക്കണക്കിന് കത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം അവസാനമായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: യസീദിന്റെ ദുർഭരണത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ഞങ്ങൾ പരാതി പറയും എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പിന്നെ മക്കയിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. അവിടെയുണ്ടായിരുന്ന തന്റെ കുടുംബത്തെയും കൂടെയുള്ള സുഹൃത്തുക്കളെയും മറ്റും കൂട്ടിക്കൊണ്ട് 70ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു സംഘവുമായി അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. പുറപ്പെടുന്നതിന്റെ തൊട്ടു മുൻപായി കൊണ്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ഒരു ദൂതനായിക്കൊണ്ട് കൂഫയിലേക്ക് അയച്ചിരുന്നു. അവിടെയുള്ള സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലെത്തിയ ഉടനെ അവിടെയുള്ള ആളുകളെല്ലാവരും വൻ സ്വീകരണം നൽകുകയും അവിടെയുള്ള ആളുകൾ നന്നായി സൽക്കരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദേശം അയച്ചുകൊണ്ട് കത്തെഴുതി: ഇവിടെയുള്ള സാഹചര്യം കുഴപ്പമൊന്നുമില്ല, ഇവിടെയുള്ള ആളുകൾ നമ്മളെ പിന്തുണയ്ക്കും. കുടുംബവുമായിട്ട് അവര് മക്കയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ പെട്ടെന്നാണ് സംഭവം വഷളായത്. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിൽ എത്തിയിട്ടുണ്ടെന്നും ആളുകൾ അവരെ അംഗീകരിക്കുന്നു എന്നും അറിഞ്ഞ യസീദും കൂട്ടരും, യസീദിനേക്കാൾ ക്രൂരനായിരുന്നു യസീദിന്റെ ഗവർണറായിരുന്ന സിയാദും സംഘവും മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും സഹായം ചെയ്തു കൊടുത്ത ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് എത്തിയത് ഒരു കുടിലിലാണ്. അവിടെയുള്ള വൃദ്ധയായ സ്ത്രീ അഹ്ലു ബൈത്തിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് അഭയം നൽകി. അവിടെ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ആ വൃദ്ധയായ സ്ത്രീയുടെ മകൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവർ ചോദിച്ചു, ഇതാരാണുമ്മ? അതിന് മറുപടിയായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ് മോനെ എന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനെ പിടിച്ചുകൊടുത്താൽ വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനം ആ മകൻ കേട്ടിരുന്നു. ഗവർണറുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുമല്ലോ എന്നതുകൊണ്ട് ഈ മകൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ഒറ്റിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക്
തീരാ ദുഃഖവും ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞു. ശേഷം തല വെട്ടിയെടുക്കുകയും അത് അവരുടെ കൊട്ടാരത്തിന്റെ മുന്നിലെ ഗേറ്റിൽ തൂക്കിയിടുകയും ചെയ്തു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരുടെ ഗതി ഇതാവുമെന്ന് ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവരങ്ങനെ ചെയ്തത്. ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും യൂഫ്രട്ടീസ് നദിയുടെ തീരമായ കർബലയിൽ എത്തിയിരുന്നു. ഒരു ദൂതൻ ഓടി വന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുന്നുണ്ട്, അവിടെയുള്ള അവസ്ഥ വളരെ മോശമാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്മാറാൻ തയ്യാറായില്ല. ആ അക്രമത്തിനെതിരെ ഞാൻ പ്രതികരിക്കാതെ തിരിച്ചുപോയാൽ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയാൻ എനിക്ക് കഴിയില്ല. പിന്നീട് അങ്ങോട്ടേക്കുണ്ടായത് ചരിത്രമാണ്. ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത വേദനാജനകമായ, ഹൃദയത്തെ കീറിമുറിക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊടും ക്രൂരതകൾ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സംഘം വളരെ ചെറുതാണെന്നും യസീദ് സിയാദിന്റെ സംഘം വളരെ വലുതാണെന്നും അവർക്കറിയുമെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ മുന്നേറ്റത്തിന് ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു ഭയപ്പാടുകൂടി അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവർ ശക്തമായ ഉപരോധം തീരുമാനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം കഴിഞ്ഞു തുടങ്ങി. മുഹറം 1 അവർ കർബലയിൽ എത്തിയിരുന്നു. മുഹറം 7 വരെ ശക്തമായ ഉപരോധം തന്നെ ഏർപ്പെടുത്തി. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാൻ പാടില്ലാത്ത രീതിയിൽ അവരെ വിലക്കി. അങ്ങനെ 3 ദിവസം ഒരുറ്റ കുടിവെള്ളം ലഭിക്കാതെ അവരെല്ലാവരും ദാഹിച്ചു വലഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ഭാര്യയും മക്കളും കുടുംബവും സംഘവും സുഹൃത്തുക്കളും എല്ലാവരും അതികഠിനമായ വിശപ്പും ദാഹവും അനുഭവിച്ചു വലഞ്ഞു. അവരുടെ ക്ഷീണവും തളർച്ചയും ശരീരം ആകെ തളർന്നുപോയി. പക്ഷെ കരുത്തുള്ള ഒരു ഹൃദയമുണ്ട്. അനീതിക്കെതിരെ പോരാടണം, ഇത് അവരുടെ ഉറച്ച തീരുമാനം തന്നെയാണ്. ആ സന്ദർഭത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി അക്ബർ വന്നുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാനുള്ള സമ്മതം ചോദിക്കുന്നത്. മകനെ, നീ ഹൗലുൽ കൗസറിലേക്ക് ഓടിപ്പോവുക എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം യുദ്ധത്തിന് സമ്മതം നൽകി. അലി അക്ബർ എന്ന് പറയുന്ന പൊന്നോമന മകൻ 80ഓളം എതിരാളികളെ നേരിട്ടു എന്നാണ് ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ഷഹീദായി. സ്വർഗത്തിലേക്ക്, ഹൗലുൽ കൗസറിലേക്ക് അദ്ദേഹം ഓടി അണഞ്ഞു കാണും. പിന്നീട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായ ഖാസിം റളിയല്ലാഹു അൻഹു യുദ്ധത്തിനായി അനുമതി തേടി. അവിടെയും ഒരു പിതാവിന്റെ ഹൃദയം കീറിമുറിക്കുന്ന കാഴ്ചകൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു സാക്ഷിയായി. തന്റെ മകനായ ഖാസിം റളിയല്ലാഹു അൻഹുവും ഇതായി. ഇങ്ങനെ കൊടും ക്രൂരതകൾ കണ്ട് ആ ഒരു കുടുംബവും ഒരു പിതാവിന്റെ ഹൃദയം കീറിമുറിയുകയാണ്. അവിടെ കടുത്തമായ ഉപരോധം കാരണം വെള്ളമില്ലാതെ ഓരോ ടെന്റുകളിൽ നിന്നും വെള്ളത്തിനായി അലമുറയിട്ട കരച്ചിലുകൾ ഉയർന്നു. കുഞ്ഞുമക്കള് കരയുന്നത് കണ്ട് സഹിക്കവയ്യാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അബ്ബാസ് ബിൻ അലി റളിയല്ലാഹു അൻഹു വെള്ളത്തിനായി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് അണഞ്ഞു. അവർ വെള്ളമെടുക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പോടുകൂടി തന്നെയാണ് അദ്ദേഹം പോയത്. കുട്ടികളുടെ കരച്ചിൽ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യൂഫ്രട്ടീസ് നദിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കൈകൾ ശത്രുക്കൾ വെട്ടിമാറ്റി കൊടും ക്രൂരതയോടെ അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെ ഒരുപാട് അക്രമങ്ങളും അനീതികളും നിലകൊണ്ട ഒരു യുദ്ധം. ഏറ്റവും വലിയ വേദന ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരിടാൻ പോവുകയാണ്. ഹൃദയത്തിൽ അണുമണിത്തൂക്കം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കൊടും ക്രൂരതയാണ് പിന്നീട് ആ യുദ്ധകളത്തിൽ നമ്മൾ കാണുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിഞ്ചോമന പുത്രൻ 6 മാസം എന്നും 1.5 വയസ്സ് എന്നും അഭിപ്രായമുണ്ട്. ഏതിരുന്നാലും അദ്ദേഹത്തിന്റെ ഏറ്റവും പിഞ്ചു പൈതൽ വിശന്ന് ദാഹിച്ച് കരയുന്നത് കണ്ടപ്പോ ആ പിതാവിന്റെ ഹൃദയം പിടച്ചു. അദ്ദേഹം ആ കുഞ്ഞു പൈതലിനെ എടുത്തുകൊണ്ട് ശത്രു സൈന്യത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ പിഞ്ചു പൈതൽ എന്ത് തെറ്റാണ് ചെയ്തത്? വെള്ളത്തിനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം ദയ കാണിക്കണം. ഈ കുഞ്ഞു പൈതലിന് അല്പം വെള്ളം ലഭിക്കണം. ശത്രു സൈന്യത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ശരി, സമ്മതിച്ചു, കുഞ്ഞിനെ അവിടെ വെക്കൂ, ഞങ്ങൾ വെള്ളം കൊടുത്തോളാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കൊടും ക്രൂരരായ മനുഷ്യരെ വിശ്വസിച്ചു പോയി. ആ കുഞ്ഞു പൈതൽ വെള്ളത്തിനായിട്ട് പിടഞ്ഞു കരയുമ്പോ ആ കരയുന്ന കുഞ്ഞിന്റെ ചങ്കിലേക്ക് അമ്പെയ്യുന്ന കൊടും ക്രൂരത, അതിനും കർബല സാക്ഷിയായി. ഒരിറ്റു വെള്ളത്തിനായി കരഞ്ഞ പിഞ്ചു പൈതലിന്റെ വായയിലേക്ക് അമ്പ് തറച്ചു കയറിയപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം കീറിമുറിഞ്ഞു.
അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട ആ അമ്പ് വലിച്ചൂരി. പിന്നീട് അദ്ദേഹം ഈ ജീവനറ്റ ശരീരവുമായി പിഞ്ചു പൈതലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ടെന്റിലേക്ക് നടന്നു നീങ്ങി. അദ്ദേഹത്തിന്റെ കുഞ്ഞുമോന്റെ വേർപാട് അദ്ദേഹത്തെ ഒരുപാട് തളർത്തിക്കളഞ്ഞിരുന്നു. അങ്ങനെ കൂടെയുള്ള ആളുകളെല്ലാം മരണപ്പെട്ടു. ഇനി കുറഞ്ഞ ആളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശരീരം തളർന്നു, പക്ഷെ മനസ്സ് തളർന്നില്ല. ലക്ഷ്യം ശക്തമാണ്. അനീതിക്കെതിരെ പൊരുതിയേ പറ്റൂ. അലി റളിയല്ലാഹു അൻഹു നൽകിയ തലപ്പാവും അദ്ദേഹം നൽകിയ വാളും കയ്യിലേന്തി ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. അദ്ദേഹം പോർക്കളത്തിൽ ഒരുപാട് പൊരുതി. അവസാനം അദ്ദേഹം വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞപ്പോ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് ചെന്നണഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് അമ്പെയ്തു. വീണ്ടും അദ്ദേഹം യുദ്ധത്തിനായി മുന്നോട്ട് നീങ്ങി. അവിടെ നിന്ന് വെട്ടുകൾ കൊണ്ട് അദ്ദേഹം വീണു. അവര് നിർത്തിയില്ല. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിലിരുന്ന് മുതുകിൽ കളിച്ച് വളർന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷഹീദായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല ശത്രുക്കൾ മുറിച്ചെടുത്തു. എന്നിട്ട് കുന്തത്തിൽ കുത്തിയിട്ട് വളരെയധികം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് അവർ കൂഫയിലേക്ക് മടങ്ങി. പാറക്കല്ലുകൾ പോലും കരഞ്ഞുപോയത്രേ, മണൽത്തരികൾ പോലും വിറച്ചുപോയത്രേ, ആകാശം കിടുങ്ങിയത്രേ. കർബലയിൽ അവർ പരാജയപ്പെട്ടു, പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ അവർ വിജയിച്ചു. കർബല ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം ഇതാണ്: സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അനീതിക്ക് മുമ്പിൽ നിങ്ങൾ തലകുനിക്കരുത്. അതിന് എന്ത് വില കൊടുത്താലും ശരി. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളും അവിടുത്തെ സ്വഹാബാക്കളും ഒക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ദീനിന്റെ പവിത്രത നിലനിർത്താൻ വേണ്ടിയല്ലേ? ഈ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയല്ലേ? അവരെല്ലാം ഈ അനുഭവിച്ച് നേടിത്തന്ന ദീനുൽ ഇസ്ലാം ഇന്ന് നമ്മുടെ കൈകളിലല്ലേ? എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം എന്താണ്? നമ്മുടെ കൈകളിൽ കിട്ടിയിരിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ വേണ്ട മര്യാദ നമ്മൾ നൽകുന്നുണ്ടോ? ഇതിനെ വേണ്ട രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? നമ്മളെ കണ്ടാണ് നമ്മുടെ അടുത്ത തലമുറ വളരേണ്ടത്. അടുത്ത തലമുറയിലേക്ക് ഈ ദീനിനെ കൈമാറേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമല്ലേ? നമ്മുടെ കൈകളിലേക്ക് ഇത്രയും ത്യാഗം സഹിച്ച് എത്തിച്ചു തന്ന ദീനുൽ ഇസ്ലാമിനെ അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങൾ നിങ്ങളെ നഫ്സിനോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. സത്യം മനസ്സിലാക്കി നീതിക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.